മൈക്രോമാക്സ് എന്ന കിടിലം ബ്രാൻഡിനെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ കൂട്ടുകാരെ? അതെ, ഒരു കാലത്ത് നോക്കിയയും സാംസങ്ങിനെയും വരെ ചാലഞ്ച് ചെയ്തിരുന്ന ഒരു ബ്രാൻഡായിരുന്നു മൈക്രോമാക്സ്. അത് മാത്രമല്ല 2014 സാംസങ്ങിനെയും പിന്തള്ളി ഇന്ത്യയിലെ നമ്പർ 1 സ്മാർട്ട് ഫോൺ ബ്രാൻഡായി ഇവർ മാറിയിരുന്നു. ആ സമയത്ത് ഈ കമ്പനിയുടെ വാല്യുവേഷൻ ഏകദേശം 21,000 crore ആയിരുന്നു. ബോളിവുഡ് സൂപ്പർ സ്റ്റാർ ലൈക്ക് അക്ഷയ് കുമാർ ആയിരുന്നു ഇവരുടെ ബ്രാൻഡ് അംബാസിഡർ. അത് മാത്രമല്ല ഹോളിവുഡ് ആക്ടർ ലൈക്ക് ഹ്യൂ ജാക്മാനെ വരെ ഇവർ മൈക്രോമാക്സിൻ്റെ പരസ്യത്തിൽ അഭിനയിപ്പിച്ചിട്ടുണ്ട്. പക്ഷെ നിങ്ങൾക്കറിയാമോ ഈ ബ്രാൻഡിന് ഒരു മലയാളി കണക്ഷനും കൂടെ ഉണ്ടെന്ന്? അതെ, മൈക്രോമാക്സിൻ്റെ ഫൗണ്ടറായ രാഹുൽ ശർമ്മ വിവാഹം കഴിച്ചത് മലയാളിയും പാൻ ഇന്ത്യൻ ആക്ട്രസുമായ അസിൻ തോട്ടുംകലിനെ ആയിരുന്നു. അസിൻ്റെ കാരിയറിൻ്റെ പീക്ക് ടൈമിലായിരുന്നു 2016 ഇവരുടെ വിവാഹം നടന്നത്. നമ്മൾ ആ കാലഘട്ടങ്ങളിൽ ഏത് മൊബൈൽ ഷോപ്പിൽ പോയാലും അവിടെ നമുക്ക് മൈക്രോമാക്സിൻ്റെ പ്രസൻസ് കാണാൻ വരുന്നല്ലേ. TV ഓൺ ചെയ്താൽ അവിടെയും മൈക്രോമാക്സിനെ കാണാം. ക്രിക്കറ്റ് കാണുവാണെങ്കിൽ അവിടെയും മൈക്രോമാക്സിൻ്റെ സ്പോൺസർഷിപ്പ് കാണാം. IPL കുറേ വർഷം പ്രിൻസിപ്പൽ സ്പോൺസർ ആയിരുന്നു ഇവർ. പിന്നെ ഇന്ത്യയിലെ ഏഷ്യ കപ്പ് 2016 വരെ സ്പോൺസർ ചെയ്തതും നമ്മുടെ ഈ മൈക്രോമാക്സ് തന്നെയായിരുന്നു. പക്ഷേ നോക്കിയയും സാംസങ്ങിനെയും വരെ ചാലഞ്ച് ചെയ്ത ഈ ബ്രാൻഡിന് പിന്നെ എന്താണ് സംഭവിച്ചത്? എങ്ങനെയാണ് ഒരു കാലത്ത് ഇന്ത്യയിലെ നമ്പർ 1 സ്മാർട്ട് ഫോൺ ബ്രാൻഡായിരുന്ന ഈ കമ്പനി ഏതാനും വർഷങ്ങൾക്കുള്ളിൽ തന്നെ മാർക്കറ്റിൽ നിന്ന് ഓൾമോസ്റ്റ് പൂർണ്ണമായി വാനിഷായത്? സാംസങ്ങിനെ വരെ പിന്തള്ളി ഇന്ത്യയുടെ നമ്പർ 1 സ്മാർട്ട് ഫോൺ ബ്രാൻഡായ മൈക്രോമാക്സിൻ്റെ റൈസ്, ഡോമിനൻസ്, പിന്നെ ആരും പ്രതീക്ഷിക്കാത്ത ഇവരുടെ ഡൗൺഫോളിൻ്റെ കഥയാണ് നമ്മളിന്ന് കാണാനും പറയാനും പോകുന്നത്. വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായാൽ കൂട്ടുകാരെ സബ്സ്ക്രൈബ് കൂടെ ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ ഇവരുടെ കഥ മനസ്സിലാകാൻ നമുക്ക് ചാപ്റ്റർ 1 കടക്കാം. ദ ബിഗിനിങ് ഓഫ് മൈക്രോമാക്സ്. അറൗണ്ട് 2000 4 കൂട്ടുകാർ, രാഹുൽ ശർമ്മ, രാജേഷ് അഗർവാൾ, വികാസ് ജെയിൻ, സുമിത് അറോറ, ഇവർ 4 പേരും കൂടി മൈക്രോമാക്സ് ഇൻഫോമാറ്റിക്സ് എന്ന് പറഞ്ഞൊരു കമ്പനി സ്റ്റാർട്ട് ചെയ്തു. ആദ്യകാലത്ത് ഇവരുടെ ഫോക്കസ് മൊബൈൽ ഫോൺസ് അല്ലായിരുന്നു. IT ആൻഡ് എംബഡഡ് സിസ്റ്റം സൊല്യൂഷൻസ് പോലെയുള്ള സർവീസസ് ആയിരുന്നു ഇവർ ചെയ്തുകൊണ്ടിരുന്നത്. നോക്കിയ പോലെയുള്ള ടെലികോം കമ്പനീസിന് വേണ്ടി PCO, ബില്ലിംഗ് മെഷീൻസ്, ഇലക്ട്രോണിക് കോമ്പണൻറ്റ്സ്, ആൻറ്റീന ബേസ്ഡ് ഡിവൈസ് എന്നിവയാണ് ഇവർ ബിൽഡ് ചെയ്തുകൊണ്ടിരുന്നത്. എല്ലാം നല്ല രീതിയിൽ മുൻപോട്ട് പോകുകയായിരുന്നു. പക്ഷേ 2004 ആയപ്പോഴത്തേക്കും മാർക്കറ്റിലൊരു വലിയ മാറ്റം സംഭവിക്കാൻ തുടങ്ങി. അതെ, ഒരു ട്രാൻസിഷൻ എന്ന് തന്നെ നമുക്ക് പറയാം. PCOയും STD കോൾസിലും ഡിപ്പെൻഡ് ചെയ്തിരുന്ന ആളുകൾ പതിയെ സ്വന്തം മൊബൈൽ ഫോൺസ് വാങ്ങാൻ തുടങ്ങി. അതോടെ നോക്കിയ ഇവരുമായുള്ള കോൺട്രാക്റ്റ് ക്യാൻസൽ ചെയ്തു. ഒറ്റ നിമിഷത്തിൽ തന്നെ മൈക്രോമാക്സിൻ്റെ ഏറ്റവും വലിയ റവന്യൂ സോഴ്സാണ് നഷ്ടപ്പെട്ടത്. അത് കമ്പനിക്കൊരു വലിയ സെറ്റ് ബാക്കായി മാറി. പക്ഷേ ഇവർ 4 പേരും മിഡിൽ ക്ലാസ് ഫാമിലി ബാക്ക്ഗ്രൗണ്ടിൽ നിന്നാണ് വന്നിരുന്നത്. എന്ത് സംഭവിച്ചാലും സർവൈവ് ചെയ്യാൻ അവർക്കറിയാമായിരുന്നു. എന്നാൽ ഇപ്പോൾ അവരുടെ മുന്നിലുണ്ടായിരുന്ന ഏറ്റവും വലിയ ചോദ്യം ഒന്ന് മാത്രം: ഇനി അടുത്തത് എന്ത്? അപ്പോഴാണ് നമ്മുടെ രാഹുൽ ശർമ്മ, ദ ബോൾഡസ്റ്റ് ഫൗണ്ടർ അമംഗ് ദം, മാർക്കറ്റിലൊരു ഇൻട്രസ്റ്റിംഗ് പാറ്റേൺ ശ്രദ്ധിച്ചത്. മാർക്കറ്റിൽ ഫോണുകൾക്ക് കുറവൊന്നുമില്ലായിരുന്നു. പക്ഷേ നല്ല ബാറ്ററി ബാക്കപ്പ് ഉള്ള ഫോൺസ് വളരെ കുറവായിരുന്നു. കാരണം വില്ലേജ് ഏരിയാസിൽ ജീവിക്കുന്ന ആളുകൾക്ക് പലയിടങ്ങളിലും റെഗുലർ പവർ കട്ട്സ് ഉണ്ടായിരുന്നു. ചില സ്ഥലങ്ങളിലാണ് ഇലക്ട്രിസിറ്റി തന്നെ ഇല്ലായിരുന്നു. അവരുടെ STD ബൂത്ത്സ് വരെ ബാറ്ററിയിലാണ് പ്രവർത്തിച്ചു കൊണ്ടിരുന്നത്. ആ ബാറ്ററി ചാർജ് ചെയ്യാൻ വേണ്ടി അവർ കിലോമീറ്ററോളം ദൂരെ യാത്ര ചെയ്തിരുന്നു. രാഹുലിന് അപ്പോൾ ഒരു കാര്യം മനസ്സിലായി: ആളുകൾക്ക് ഫാൻസി ഫീച്ചേഴ്സിനേക്കാൾ ആവശ്യം ഒരു റിലയബിൾ ഫോണാണെന്നും ലോങ് ബാറ്ററി ബാക്കപ്പ് ആണെന്നും. പക്ഷേ ആ സമയത്ത് ഇന്ത്യയിലെ മൊബൈൽ മാർക്കറ്റ് ഭരിച്ചുകൊണ്ടിരുന്നത് നോക്കിയ, സാംസങ്, മോട്ടോറോള പോലെയുള്ള ജയൻസ് ആയിരുന്നു. രാഹുൽ ഈ ഐഡിയ തൻ്റെ കൂട്ടുകാരോട് അവതരിപ്പിച്ചു: എടാ, നമുക്കൊരു ബഡ്ജറ്റ് ഫോൺ ക്രിയേറ്റ് ചെയ്താലോ, വിത്ത് ലോങ് അവേഴ്സ് ഓഫ് ബാറ്ററി ബാക്കപ്പ്. ആദ്യം അവരെ കൺവിൻസ് ചെയ്യാൻ അദ്ദേഹം കുറേ പാടുപെട്ടു. പക്ഷേ അവസാനം രാഹുൽ അവരെ കൺവിൻസ് ചെയ്ത് തന്നെ എടുത്തു. അതിനുശേഷം രാഹുൽ 3 കൂട്ടുകാരെയും കൂട്ടി ചൈനയിലെ മാനുഫാക്ചേഴ്സിനെ കണ്ടുമുട്ടാൻ പോയി. ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഫോൺസിൻ്റെ ഡിസൈൻ, ഫീച്ചേഴ്സ് എല്ലാം അവർ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്തു. മാനുഫാക്ചേഴ്സിനെ കൊണ്ട് കുറേ പ്രോട്ടോടൈപ്സും ഉണ്ടാക്കിച്ചെടുത്തു. ഫൈനലി ആഫ്റ്റർ ലോട്ട്സ് ഓഫ് പ്രോട്ടോടൈപ്സ് ആൻഡ് ടെസ്റ്റിങ്ങിന് ശേഷം അവരൊരു മോഡലിനെ ഫിക്സ് ചെയ്തു. അങ്ങനെ അവർ 2008 മൈക്രോമാക്സ് X1i എന്ന പേരിൽ അവരുടെ ഫസ്റ്റ് മൊബൈൽ ഫോൺ ലോഞ്ച് ചെയ്തു. ഇതൊരു സിമ്പിൾ ഫീച്ചർ ഫോണായിരുന്നു. പക്ഷേ ആ ടൈമിൽ ഇവരൊരു ഹ്യൂജ് 1800 mAh ബാറ്ററി ബാക്കപ്പ് വിത്ത് 30 days ഓഫ് സ്റ്റാൻഡ് ബൈ എന്ന ഫീച്ചർ കൂടെ കൊടുത്താണ് ലോഞ്ച് ചെയ്തത്.
ഇതൊക്കെ ആ ടൈമിൽ വലിയ കാര്യമായിരുന്നു. എസ്പെഷ്യലി പവർ സപ്ലൈ കുറവുള്ള റൂറൽ ആൻഡ് വില്ലേജ് ഏരിയസിൽ ജീവിക്കുന്ന ആളുകളെ ടാർഗറ്റ് ചെയ്താണ് അവർ ഈ ഫോണുകൾ ലോഞ്ച് ചെയ്തത്. അതുമാത്രമല്ല, ഇതിൻ്റെ പ്രൈസ് പോലും വെറും 2150 രൂപയായിരുന്നു ആ ടൈമിൽ. സാധനം മാർക്കറ്റിലെത്തി, പക്ഷേ ഇനി ആളുകൾ ഇവരുടെ ഫോൺ വാങ്ങുമോ എന്നായിരുന്നു ഇവരുടെ ഏറ്റവും വലിയ ടെൻഷൻ. എന്നാൽ സത്യത്തിൽ അതിലും വലിയൊരു ചോദ്യമുണ്ടായിരുന്നു. ഈ പുതിയ ബ്രാൻഡിനെ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ആൻഡ് കടക്കാർ അക്സെപ്റ്റ് ചെയ്യുമോ എന്നായിരുന്നു ഇവരുടെ മുന്നിലെ ഏറ്റവും വലിയൊരു ചോദ്യചിഹ്നം. കാരണം അവർ അക്സെപ്റ്റ് ചെയ്താൽ മാത്രമല്ലേ സെയിൽസ് നടക്കൂ. അന്ന് ഈ ഓൺലൈനോ ഒന്നുമില്ലായിരുന്നല്ലോ. സോ ഇതിനായി ഫൗണ്ടറായ രാഹുൽ ശർമ്മയ്ക്ക് ഒരു വഴി കിട്ടി. ഇവർ ആദ്യം PCO ബില്ലിംഗ് മെഷീൻസും ഇലക്ട്രോണിക്സും സപ്ലൈ ചെയ്തുകൊണ്ടിരുന്ന ഡിസ്ട്രിബ്യൂട്ടേഴ്സിനെ കണക്ട് ചെയ്തു. എന്നിട്ട് ആ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ത്രൂ ലോക്കൽ കടകളിൽ ഫോൺ എത്തിക്കാൻ തുടങ്ങി. അത് രാഹുൽ ശർമ്മയുടെ ഒരു സ്മാർട്ട് മൂവ് ആയിരുന്നു. അങ്ങനെ ഡിസ്ട്രിബ്യൂഷനും സപ്ലൈ ചെയിനും ഒരു പരിധിവരെ രാഹുൽ ശർമ്മ സോർട്ട് ഔട്ട് ചെയ്തെടുത്തു. ആദ്യം ഈ ഫോണിൻ്റെ മാർക്കറ്റ് ഫിറ്റ് അറിയാൻ വേണ്ടി ഇവർ ഈ ഫോണിൻ്റെ വെറും 10,000 യൂണിറ്റ്സ് മാത്രമാണ് ബിൽഡ് ചെയ്തത്. പക്ഷേ എല്ലാവരെയും അമ്പരപ്പിച്ചുകൊണ്ട് ആ 10,000 ഫോൺസും വെറും 10 ദിവസം കൊണ്ട് തന്നെ സ്റ്റോക്ക് ഔട്ടായി. അതെ, കംപ്ലീറ്റും വിറ്റു തീർന്നു. അതും വിത്തൗട്ട് എനി അഡ്വർടൈസ്മെൻറ്റ്, ജസ്റ്റ് വിത്ത് വേർഡ് ഓഫ് മൗത്ത്. ഇത് രാഹുൽ അടക്കമുള്ള എല്ലാ ഫൗണ്ടേഴ്സിൻ്റെയും കോൺഫിഡൻസ് നല്ലപോലെ ബൂസ്റ്റ് ചെയ്തു. പക്ഷേ രാഹുലിന് അറിയാമായിരുന്നു ഇത് ജസ്റ്റ് ഒരു ബിഗിനിങ് മാത്രമായിരുന്നു എന്ന്. ശരിക്കുമുള്ള ഗെയിം ഇനി സ്റ്റാർട്ടാവാൻ പോകുന്നേ ഉള്ളെന്ന്. കാരണം ആ സമയത്ത് ഇന്ത്യൻ മൊബൈൽ ഫോൺ മാർക്കറ്റിൻ്റെ 60% ഷെയർ നോക്കിയയുടെ കയ്യിലായിരുന്നു. ബാക്കിയുള്ള 40% ഷെയർ സാംസങ്, മോട്ടോറോള, LG, സോണി പിന്നെയുള്ള മറ്റ് ബ്രാൻഡ്സിൻ്റെ കയ്യിലുമായിരുന്നു. ഇത്രയും സ്റ്റിഫ് കോമ്പറ്റീഷൻ നടക്കുന്ന മാർക്കറ്റിൽ മൈക്രോമാക്സിനൊരു യൂണീക്ക് ഐഡൻറ്റിറ്റി ഉണ്ടാക്കാം എന്നും രാഹുലും മറ്റ് ഫൗണ്ടേഴ്സും തീരുമാനിച്ചു. സോ മൈക്രോമാക്സ് അവരുടെ അടുത്ത ബിഗ് മൂവ് നടത്തി. ഡുവൽ സിം ഫോൺസ്. അതെ, മൈക്രോമാക്സ് X240, X250, X270 പോലെയുള്ള മോഡൽസ് അവർ മാർക്കറ്റിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തു. ഈ നീക്കം അവരുടെ കമ്പനിയുടെ ഹിസ്റ്ററിയിൽ തന്നെ ഒരു ഗെയിം ചേഞ്ചിങ് മൂവ്മെൻറ്റായി മാറി. ആ കാലഘട്ടങ്ങളിൽ ആളുകൾ ഫോണിൽ ഒരു പെർമനൻറ്റ് സിം യൂസ് ചെയ്യുമായിരുന്നു. പിന്നെ അതിൻ്റെ കൂടെ ഒരു ടെമ്പററി സിം കൂടി വെക്കുമായിരുന്നു. ടെലികോം കമ്പനീസിൻ്റെ ഓഫറിനനുസരിച്ച് കസ്റ്റമേഴ്സ് സിം മാറ്റി മാറ്റി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് സർവ്വസാധാരണമായിരുന്നു. അതുകൊണ്ട് മൈക്രോമാക്സിൻ്റെ ഈ മൂവ് പെട്ടെന്ന് തന്നെ ഹിറ്റായി. ഡുവൽ സിം ഫോൺസ് ഇന്ത്യയിൽ ആ സമയത്ത് ഒരു തരംഗമായി മാറി. ഇവരുടെ ഫോൺസിന് ഡിമാൻഡ് നല്ലതുപോലെ കൂടി. മൈക്രോമാക്സ് പതിയെ ഇന്ത്യൻ മാർക്കറ്റ് ഷെയർ പിടിച്ചും തുടങ്ങി. പക്ഷേ ഇവർക്കിനിയും ഗ്രോ ചെയ്യണമെങ്കിൽ ഡിസ്ട്രിബ്യൂഷൻ നെറ്റ്വർക്കും ഇനിയും വലുതാക്കണമായിരുന്നു. കാരണം നോക്കിയ പോലെയുള്ള വലിയ ബ്രാൻഡ്സ് നമ്മുടെ ഡിസ്ട്രിബ്യൂട്ടേഴ്സിന് വെറും 1% or 2% മാർജിൻ മാത്രമായിരുന്നു കൊടുത്തുകൊണ്ടിരുന്നത്. പക്ഷേ മൈക്രോമാക്സ് അത് 5% വരെ കൂട്ടിക്കൊടുത്തു. അതുകൊണ്ട് ഡിസ്ട്രിബ്യൂട്ടേഴ്സും ഹാപ്പിയായി. ഇതുപോലെയുള്ള സ്മാർട്ട് സ്ട്രാറ്റജീസ് ആൻഡ് ബിസിനസ് ടെക്നിക്സ് കാരണം 2010 ആയപ്പോഴത്തേക്കും മൈക്രോമാക്സ് ഇന്ത്യയിലെ തന്നെ 3rd ലാർജസ്റ്റ് മൊബൈൽ ഫോൺ ബ്രാൻഡായി മാറി. ചാപ്റ്റർ 2, ദ പ്രൈം ഓഫ് മൈക്രോമാക്സ് ബിഗിൻസ്. പക്ഷേ 2010 കഴിഞ്ഞതോടെ ആളുകളുടെ ഇടയിൽ ആൻഡ്രോയിഡ് ആൻഡ് iOS ഡിവൈസിൻ്റെ ക്രേസ് പതിയെ കയറി തുടങ്ങി. അപ്പോൾ ആൻഡ്രോയിഡ് വർക്ക് ആകുന്നത് സ്മാർട്ട് ഫോൺസിൽ മാത്രമായിരുന്നല്ലേ. അതിനുശേഷം യൂസേഴ്സിന് ഫോൺസ് വെറും കോൾ ചെയ്യാൻ വേണ്ടി മാത്രമുള്ളതല്ലായിരുന്നു. ഇൻ്റർനെറ്റ്, ആപ്സ്, എൻ്റർടൈൻമെൻറ്റ്, ക്യാമറ ഇതുപോലെയുള്ള അനേകം ഫീച്ചർ പാക്കേജോടുള്ളതായിരുന്നു ആൻഡ്രോയിഡ് സ്മാർട്ട് ഫോൺസ്. അപ്പോൾ വിലയും അതുപോലെ കൂടുതലായിരുന്നു ആ ടൈമിൽ. ഇവിടെ നമ്മുടെ മൈക്രോമാക്സിൻ്റെ ഫൗണ്ടറായ രാഹുൽ ശർമ്മയും ടീമും ഒരു വലിയ മാർക്കറ്റ് ഗ്യാപ്പ് കണ്ടുപിടിച്ചു. ബഡ്ജറ്റ് റേറ്റിൽ സ്മാർട്ട് ഫോൺസ് ആ ടൈമിൽ വളരെ കുറവായിരുന്നു. രാഹുലിന് അറിയാമായിരുന്നു ഇനി നമുക്ക് ഈ മാർക്കറ്റിൽ സർവൈവ് ചെയ്യണമെങ്കിൽ സ്മാർട്ട് ഫോൺസിലേക്ക് ട്രാൻസിഷൻ ഇമ്പോർട്ടൻ്റ് ആണെന്ന്. സോ അപ്പോഴത്തെ മിഡിൽ ക്ലാസ് ആളുകൾക്ക് കൂടി അഫോർഡബിൾ ആയിട്ട് മൈക്രോമാക്സ് അവരുടെ ഫസ്റ്റ് ആൻഡ്രോയിഡ് ഫോണായ മൈക്രോമാക്സ് ആൻഡ്രോ A60 ലോഞ്ച് ചെയ്തു കൂട്ടുകാരെ. അതെ, ജസ്റ്റ് 6,999 എന്ന റേറ്റിലാണ് അവർ ലോഞ്ച് ചെയ്തത്. ആ ടൈമിൽ ഒരു ആൻഡ്രോയിഡ് ഫോൺ 7,000 രൂപയ്ക്ക് കിട്ടുന്നത് തന്നെ വലിയ കാര്യമായിരുന്നു. കാരണം മിഡിൽ ക്ലാസ് ആയിരുന്നു ഇവരുടെ മെയിൻ ടാർഗറ്റ്. അങ്ങനെ കുറച്ച് കഴിഞ്ഞ് അവർ വലിയൊരു ബെറ്റ് കൂടെ എടുത്തു. 2012 മൈക്രോമാക്സ് ക്യാൻവാസ് 2 ലോഞ്ച് ചെയ്തു. അതിൽ ആ ടൈമിൽ വലിയൊരു 5-inch ഡിസ്പ്ലേ പിന്നെ ഒരു ഡുവൽ കോർ പ്രോസസ്സറും കൂടെയുള്ള ഫോണായിരുന്നു ഇത്. ഈ ഫോണിന് അവർ 10,000 rupees എന്ന പ്രൈസിലാണ് ഇത് ലോഞ്ച് ചെയ്തത്. അതൊരു ബ്ലോക്ക് ബസ്റ്റർ സക്സസ് ആയി മാറി. നല്ല സെയിൽസും കമ്പനിക്ക് ഉണ്ടായി. ഇവിടുന്ന് മൈക്രോമാക്സിൻ്റെ പ്രൈം സ്റ്റാർട്ടായെന്ന് തന്നെ നമുക്ക് പറയാം. ക്യാൻവാസ് സീരീസ് ഇന്ത്യയിൽ മൊത്തം ഹ്യൂജ് ഹിറ്റായി മാറി. അങ്ങനെ അവർ ക്യാൻവാസിൻ്റെ കൂടുതൽ മോഡൽസ്
പെട്ടെന്ന് തന്നെ ലോഞ്ച് ചെയ്യാൻ തുടങ്ങി. ലൈക്ക് ക്യാൻവാസ് HD, ക്യാൻവാസ് ടർബോ ആൻഡ് ക്യാൻവാസ് 4. ഇതൊക്കെ ആ ടൈമിൽ മൈക്രോമാക്സ് ലോഞ്ച് ചെയ്ത ഫ്ലാഗ്ഷിപ്പ് സ്മാർട്ട് ഫോൺസ് ആയിരുന്നു. അതും മച്ച് ബെറ്റർ പ്രൈസിങ്ങോടെ ആസ് കമ്പയർഡ് ടു ദെയർ കോമ്പറ്റീറ്റേഴ്സ്. അങ്ങനെ 2012 മുതൽ 2015 വരെയുള്ള കാലഘട്ടങ്ങൾ മൈക്രോമാക്സിൻ്റെ പ്രൈം ടൈം ആയിരുന്നു എന്ന് തന്നെ നമുക്ക് വിശേഷിപ്പിക്കാം. ലൈക്ക് ഇവർ ഓൾമോസ്റ്റ് അൺസ്റ്റോപ്പബിൾ ആയിരുന്നു. ഒരേ ക്വാർട്ടേഴ്സിലും ഒരേ ഫൈനാൻഷ്യൽ ഇയേഴ്സിലും ഇവരുടെ സെയിൽസും പ്രോഫിറ്റും കൂടി $1 ബില്യൺ ആയി തന്നെ മാറി. അങ്ങനെ 2014 മൈക്രോമാക്സ് ഇന്ത്യയിലെ ഫസ്റ്റ് ആൻഡ് ലാർജസ്റ്റ് സ്മാർട്ട് ഫോൺ ബ്രാൻഡായി മാറി വിത്ത് എ മാർക്കറ്റ് ഷെയർ ഓഫ് 22% ഗൈസ്. ഇതായിരുന്നു ഇവരുടെ പീക്ക് ടൈം. ആ സമയത്ത് നമ്മൾ TV വെച്ചാലും ഇവരുടെ ആഡ്സ് മാത്രമേ നമുക്ക് കാണുമായിരുന്നുള്ളൂ. ബോളിവുഡ് ആക്ടേഴ്സ് ലൈക്ക് അക്ഷയ് കുമാർ ആയിരുന്നു ഇവരുടെ ബ്രാൻഡ് അംബാസിഡർ. മോസ്റ്റ്ലി അദ്ദേഹം തന്നെയായിരുന്നു മൈക്രോമാക്സിൻ്റെ മിക്ക ആഡ്സിലും നമ്മൾ ആ ടൈമിൽ കണ്ടിരുന്നത്. അതുമാത്രമല്ല ഹോളിവുഡ് ആക്ടർ ലൈക്ക് ഹ്യൂജ് ജാക്മാനെ വരെ നമ്മൾ മൈക്രോമാക്സിൻ്റെ ആഡ്സിൽ അന്നൊക്കെ കണ്ടിട്ടുണ്ട്. ഇവരുടെ കമ്പനിയുടെ റവന്യൂ ഫൈനാൻഷ്യൽ ഇയർ 2014-15 വരെ 11,000 crore ആയിരുന്നു. വിച്ച് വാസ് ഹ്യൂജ്. പിന്നെ കമ്പനിയുടെ വാല്യുവേഷൻ വാസ് 21,000 crore. അങ്ങനെ എല്ലാം പെർഫെക്റ്റായി മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നപ്പോഴാണ് 2016 എന്ന വർഷം സ്റ്റാർട്ടായത്. മൈക്രോമാക്സിൻ്റെ ഫൗണ്ടറായ രാഹുൽ ശർമ്മ മലയാളിയും പാൻ ഇന്ത്യൻ ആക്ട്രസുമായ അസിനെ കല്യാണം കഴിച്ചതും അതേ വർഷം തന്നെയായിരുന്നു. ആ വർഷം തന്നെയാണ് ചില ചൈനീസ് ബ്രാൻഡ്സായ ഷൗമി, ഓപ്പോ, വിവോ പോലെയുള്ള കമ്പനീസ് പതിയെ ഇന്ത്യൻ മാർക്കറ്റിലേക്ക് അവരുടെ ഫോൺസും ലോഞ്ച് ചെയ്ത് തുടങ്ങിയത്. ചാപ്റ്റർ 3 ഡൗൺഫോൾ ഓഫ് മൈക്രോമാക്സ് എംപയർ. ആദ്യം മൈക്രോമാക്സ് ഈ ബ്രാൻഡ്സിനെ വലിയ കാര്യമായി എടുത്തില്ല. കാരണം ബഡ്ജറ്റ് സെഗ്മെൻറ്റിൽ ആ ടൈമിൽ ഡോമിനേറ്റ് ചെയ്തുകൊണ്ടിരുന്നത് അപ്പോഴും ഇന്ത്യൻ ബ്രാൻഡ്സ് തന്നെയായിരുന്നു. ലൈക്ക് മൈക്രോമാക്സ്, ലാവ, ഇൻടെക്സ് എന്നിവർ. പക്ഷെ കളി മാറാൻ തുടങ്ങിയത് ചൈനീസ് ബ്രാൻഡ്സ് മൈക്രോമാക്സിൻ്റെ ഫോൺസിൻ്റെ അതേ സെയിം ബഡ്ജറ്റിൽ ബെറ്റർ പ്രൊസസ്സർ, ബെറ്റർ ക്യാമറ, ബെറ്റർ ബാറ്ററി ഉള്ള ഫോൺസ് ലോഞ്ച് ചെയ്യാൻ തുടങ്ങിയപ്പോഴാണ്. ഫോർ എക്സാമ്പിൾ ലൈക്ക് റെഡ്മി 1S മൈക്രോമാക്സ് ക്യാൻവ HD ഓൾമോസ്റ്റ് സെയിം പ്രൈസ് റേഞ്ചിലായിരുന്നു ലോഞ്ച് ചെയ്തത്. ആൻഡ് റെഡ്മിയുടെ ഫോൺ ഒരു ഹ്യൂജ് സക്സസ് ആയിരുന്നു. പക്ഷേ അവിടം തൊട്ട് മൈക്രോമാക്സിനെ പോലെയുള്ള ഇന്ത്യൻ ബ്രാൻഡ്സിൻ്റെ സെയിൽസ് പതിയെ കുറയാൻ തുടങ്ങി. ഡ്യൂ ടു സ്റ്റിഫ് കോമ്പറ്റീഷൻ ഫ്രോം ചൈനീസ് ബ്രാൻഡ്സ്. ഇവരുടെ ഡൗൺഫോളിൻ്റെ ഏറ്റവും വലിയ റീസൺ ഞാൻ ഇവരുടെ ബ്രാൻഡിൻ്റെ തുടക്കത്തിൽ തന്നെ പറഞ്ഞായിരുന്നു. ഇവരുടെ ഫോൺസ് ഫുള്ളി നിർമ്മിക്കുന്നത് തന്നെ ചൈനീസ് മാനുഫാക്ചേഴ്സ് ആയിരുന്നു. അതായത് ഇവരുടെ കമ്പനിയുടെ ആകെയുള്ള ജോലി ഫോൺസിൻ്റെ ഡിസൈൻ ക്രിയേറ്റ് ചെയ്യുന്നതും അതിനെ മാർക്കറ്റ് ചെയ്യുന്നതും മാത്രമായിരുന്നു. ഫോൺസ് ചൈനയിൽ നിന്നും മാനുഫാക്ചർ ചെയ്ത് ഇന്ത്യയിൽ കൊണ്ടുവന്ന് അതിനെ മൈക്രോമാക്സ് എന്ന പേര് വൈറ്റ് ലേബൽ ചെയ്ത് വിൽക്കുന്ന രീതിയായിരുന്നു ഇവർ ഇത്രയും വർഷം ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ ഇത്രയും വലിയൊരു ബ്രാൻഡായി മാറിയിട്ടും സ്വന്തമായിട്ടൊരു മാനുഫാക്ചറിങ് സെറ്റപ്പ് ഇന്ത്യയിൽ റെഡിയാക്കി എടുക്കാൻ ഇവരെ കൊണ്ട് സാധിച്ചില്ല. അതുകൊണ്ട് തന്നെ ഇവരുടെ അടുത്ത് R&D അല്ലെങ്കിൽ സ്വന്തമായി ഇന്നോവേഷൻ എന്ന് പറയാൻ മാത്രം ഒന്നും ഉണ്ടായിരുന്നില്ല. ഡിസൈൻ, മാർക്കറ്റിംഗ്, സെയിൽസ് എന്നിവയിൽ മാത്രമായിരുന്നു ഇവരുടെ ഫോക്കസ് കൂടുതലും ഉണ്ടായിരുന്നത്. പക്ഷേ ചൈനീസ് ബ്രാൻഡ്സ് ഇവരെ പോലെ അല്ലായിരുന്നു. അവരുടെ സ്വന്തം മാനുഫാക്ചറിങ് ടെക്നോളജി ആൻഡ് R&D ഫെസിലിറ്റി ഉപയോഗിച്ചാണ് അവരുടെ ഫോൺസ് നിർമ്മിക്കുന്നത്. അതുകൊണ്ട് ഓരോ വർഷവും ഓരോ ക്വാർട്ടേഴ്സും കഴിയുമ്പോൾ അവരുടെ ഫോൺസിൽ കൂടുതൽ ബെറ്റർ ഫീച്ചേഴ്സും ആ ഫോൺസിനെ കൂടുതൽ ബെറ്റർ ആക്കിക്കൊണ്ടുമിരുന്നു. പിന്നെ അതിൻ്റെ ബെറ്റർ വേർഷൻസ് ലോഞ്ച് ചെയ്തുകൊണ്ടേയിരുന്നു ഇന്ത്യയിൽ. അങ്ങനെ ഇന്ത്യയിലെ ഫോൺ യൂസേഴ്സിന് പതിയെ ഒരു കാര്യം മനസ്സിലായി തുടങ്ങി. ചെറിയ വിലയിൽ ബെറ്റർ സ്മാർട്ട് ഫോൺസ് ഡെലിവർ ചെയ്യുന്നത് ചൈനീസ് ബ്രാൻഡ്സ് ആണെന്ന്. അതുകൊണ്ട് എല്ലാവരും പതിയെ ഓപ്പോ, വിവോ, ഷൗമി പോലെയുള്ള ചൈനീസ് ബ്രാൻഡ്സിൻ്റെ ഫോൺസ് വാങ്ങാൻ തുടങ്ങി. അതോടെ ഇന്ത്യൻ ബ്രാൻഡ്സിൻ്റെ പ്രത്യേകിച്ചും മൈക്രോമാക്സിനെ പോലെയുള്ള കമ്പനീസിൻ്റെ സെയിൽസ് നല്ലോണം കുറഞ്ഞു തുടങ്ങി. അതുമാത്രമല്ല ചൈനീസ് ബ്രാൻഡ്സ് അഡ്വർടൈസിങ്ങിലും മാർക്കറ്റിങ്ങിലും പൈസ വെള്ളം പോലെ ഒഴുക്കാൻ തുടങ്ങി. ആ ടൈമിൽ ആളുകൾ ഏത് മൊബൈൽ ഷോപ്സിൽ പോയാലും അവിടെ ഓപ്പോയുടെയും വിവോയുടെയും ബ്രാൻഡ് ബോർഡ്സ് നമുക്ക് എവിടെ പോയാലും കാണാമായിരുന്നു. മിക്ക കടകളിലും ഈ രണ്ട് കമ്പനീസിൻ്റെ ബ്രാൻഡ് ബോർഡ്സ് ആണ് ഉറപ്പായിട്ടും വെച്ചിരുന്നത്. അവർ പൈസ വെള്ളം പോലെ ഒഴുക്കുന്ന ടൈമായിരുന്നത്. അങ്ങനെ ചൈനീസ് ബ്രാൻഡ്സ് പതിയെ ഇന്ത്യൻ മാർക്കറ്റ് പിടിച്ചെടുത്തു തുടങ്ങി. പക്ഷേ മൈക്രോമാക്സിന് കിട്ടിയ ഏറ്റവും വലിയ അടി ഇതല്ലായിരുന്നു. എല്ലാവർക്കും ഓർമ്മ കാണുമല്ലോ, ആ ടൈമിൽ നമ്മുടെ സ്വന്തം മോട്ടോബായി എന്ന് വിളിക്കുന്ന മുകേഷ് അംബാനി ജിയോ ലോഞ്ച് ചെയ്തതും 2016 തന്നെയായിരുന്നു. ഫ്രീ സിംസും ഫ്രീ 4G പ്ലാൻസുമായിട്ടാണ് അംബാനി എല്ലാവരുടെയും മുന്നിലേക്ക് വന്നത്. എന്തെങ്കിലും ഫ്രീ ആയിട്ട് കിട്ടിയാൽ ഇന്ത്യൻസിനെ അറിയാലോ, കേരളത്തിലെ ബിവറേജ് ഔട്ട്ലെറ്റ്സിൻ്റെ മുന്നിലെ ക്യൂ പോലെയായിരുന്നു അപ്പോൾ ജിയോ സ്റ്റോർസിൻ്റെ മുന്നിലെ തിരക്ക്. എല്ലാവരും ഓടി നടന്ന് ജിയോ 4G സിം എടുക്കാൻ തുടങ്ങി. അപ്പോഴാണ് ഇതിൻ്റെ കൂടെ മറ്റൊരു വലിയ
ട്രാൻസിഷനും കൂടെ സംഭവിക്കാൻ തുടങ്ങിയത്. ഈ 4G സിം യൂസ് ചെയ്യാൻ വേണ്ടി 4G ഫോൺസും വേണമല്ലോ. അപ്പോൾ അതോടെ 4G ഫോൺസിൻ്റെ ഡിമാൻഡും ശരിക്കും കൂടിത്തുടങ്ങി. ആ സമയത്താണ് നമ്മുടെ മൈക്രോമാക്സ് അണ്ണൻ ശരിക്കും പെട്ടത്. കാരണം അവർ 4G ഫോൺസ് ലോഞ്ചേ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അവരുടെ കയ്യിൽ ഹ്യൂജ് ക്വാണ്ടിറ്റി ഓഫ് 3G ഫോൺസിൻ്റെ സ്റ്റോക്ക് ബാക്കി കിടക്കുകയായിരുന്നു. അവർ 4G ടെക്നോളജി അത്ര വലിയ കാര്യമായി എടുത്തില്ല. അത് തന്നെയായിരുന്നു ഇവരുടെ കമ്പനിയുടെ ഏറ്റവും വലിയ രണ്ടാമത്തെ തെറ്റും. പതിയെ അവരുടെ സെയിൽസ് ശരിക്കും കുറഞ്ഞു തുടങ്ങി. ചൈനീസ് ബ്രാൻഡ്സ് ആ അവസരം ശരിക്കും മുതലാക്കി. അവർ പുതിയ 4G ഫോൺസ് വിത്ത് ബെറ്റർ ഫീച്ചേഴ്സോടെ ലോഞ്ച് ചെയ്യാൻ തുടങ്ങി. മറുഭാഗത്ത് മൈക്രോമാക്സിൻ്റെ കോടികളുടെ 3G ഫോൺസിൻ്റെ സ്റ്റോക്ക് വിറ്റുപോകാതെ വെയർഹൗസിൽ മാത്രം കിടന്നു. അതോടെ അവരുടെ ലോസ് കൂടി വന്നു. 2017 ആയപ്പോഴത്തേക്കും കളി മൊത്തത്തോടെ മാറി. ചൈനീസ് ബ്രാൻഡ്സ് ഇന്ത്യൻ മാർക്കറ്റിലെ വലിയൊരു ഭാഗം തന്നെ ഡോമിനേറ്റ് ചെയ്യാൻ തുടങ്ങി. മൈക്രോമാക്സിൻ്റെ മാർക്കറ്റ് ഷെയർ ആണെങ്കിലോ വെറും 5% കുറഞ്ഞു. അങ്ങനെ ഒരു കാലത്ത് 11,000 crore റവന്യൂ നേടിയിരുന്ന മൈക്രോമാക്സിൻ്റെ സെയിൽസ് പതിയെ ഇടിഞ്ഞു. 2018 ആയപ്പോഴത്തേക്കും കമ്പനിയുടെ റവന്യൂ വെറും 4,345 crore മാറി. അങ്ങനെ 2019 വരെ എത്തിയപ്പോഴത്തേക്കും മൈക്രോമാക്സിൻ്റെ മാർക്കറ്റ് ഷെയർ ഇടിഞ്ഞ് വെറും 0.6% മാത്രമായി മാറി. അതായത് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്മാർട്ട് ഫോൺ ബ്രാൻഡായിരുന്നു മൈക്രോമാക്സ് ഇപ്പോൾ ഓൾമോസ്റ്റ് മാർക്കറ്റിൽ നിന്ന് തന്നെ പൂർണ്ണമായി വാനിഷായി കഴിഞ്ഞിരുന്നു. അങ്ങനെ 2020 ആയപ്പോഴത്തേക്കും മൈക്രോമാക്സ് എംപയർ മൊത്തത്തിൽ തകർന്നു പോയിരുന്നു. പക്ഷേ എന്നിട്ടും നമ്മുടെ ഫൗണ്ടറായ രാഹുൽ ശർമ്മ ഗിവ് അപ്പ് ചെയ്തില്ല. അവർ സ്റ്റാർട്ട് ചെയ്ത കീപാഡ് ഫോൺ സെഗ്മെൻറ്റിൽ തന്നെ കൂടുതൽ ഫോക്കസ് ചെയ്തു. അതിലെ സെയിൽസ് കാരണം കമ്പനി കുറച്ചു കാലം കൂടി പിടിച്ചു നിന്നു. പക്ഷേ മൈക്രോമാക്സിൻ്റെ കഥ അവിടെ അവസാനിച്ചില്ല. 2020 മൈക്രോമാക്സ് IN സീരീസ് ലോഞ്ച് ചെയ്തു. അതായത് മെയ്ഡ് ഇൻ ഇന്ത്യ ടാഗ് വെച്ച് കംബാക്ക് ചെയ്യാൻ നോക്കി. കാരണം ചൈനീസ് ബ്രാൻഡ്സ് ഇന്ത്യയിൽ ഡോമിനേറ്റ് ചെയ്യുകയായിരുന്നു. അതിനുവേണ്ടി മെയ്ഡ് ഇന്ത്യ ടാഗ് വെച്ച് ഇവരൊരു കംബാക്ക് നോക്കി. പക്ഷേ അതും ഒത്തിരി നാളൊന്നും പോയില്ല, അതും ഫ്ലോപ്പായി. എന്നാൽ രാഹുൽ ശർമ്മ എന്ന ഫൗണ്ടർ അവിടെ നിർത്തിയില്ല. ഇന്ന് അയാളുടെ മെയിൻ ഫോക്കസ് സ്മാർട്ട് ഫോൺസ് അല്ല. ഭഗവതി പ്രൊഡക്ട്സ് എന്ന പുള്ളിയുടെ കമ്പനി വഴി ഇന്ത്യയിൽ ഇലക്ട്രോണിക്സ് മാനുഫാക്ചറിങ് ചെയ്യുന്നു. സ്മാർട്ട് ഫോൺസ്, ടാബ്ലറ്റ്സ്, വെയറബിൾസ്, സ്റ്റോറേജ് ഡിവൈസസ് എന്നിങ്ങനെ പല ഇലക്ട്രോണിക് പ്രൊഡക്ട്സും മറ്റ് ബ്രാൻഡ്സിന് വേണ്ടി പ്രൊഡക്ഷൻ ചെയ്യുന്ന പരിപാടിയാണ് ഇന്ന് ഭഗവതി പ്രൊഡക്ട്സ് ചെയ്യുന്നത്. അതുപോലെ തന്നെ റിവോൾട്ട് മോട്ടോഴ്സ് വഴി ഇലക്ട്രിക് ബൈക്ക് സെഗ്മെൻറ്റിലും രാഹുൽ ശർമ്മ എൻ്റർ ചെയ്തു. ഇന്ന് റിവോൾട്ട് ഇന്ത്യയിലെ അറിയപ്പെടുന്ന EV മോട്ടോർ സൈക്കിൾ ബ്രാൻഡ്സിൽ ഒന്നാണ്. അതുമാത്രമല്ല, മിഫി സെമി കണ്ടക്ടർ എന്ന കമ്പനി വഴി സെമി കണ്ടക്ടർ ചിപ്പ് ഇൻഡസ്ട്രിയിലേക്കും രാഹുൽ ശർമ്മ കടന്നു. ഫ്യൂച്ചറിൽ ഇന്ത്യയുടെ ചിപ്പ് മാനുഫാക്ചറിംഗ് എക്കോസിസ്റ്റത്തിൽ ഒരു വലിയ റോൾ പ്ലേ ചെയ്യാനാണ് പുള്ളിയുടെ ലക്ഷ്യം. അതുകൊണ്ട് തന്നെ മൈക്രോമാക്സിൻ്റെ സ്മാർട്ട് ഫോൺ കംബാക്ക് വിജയിച്ചില്ലെങ്കിലും രാഹുൽ ശർമ്മ ബിസിനസ്സിൽ തോറ്റുപോയില്ല. മൊബൈൽ ഫോൺസിൽ നിന്നും മാനുഫാക്ചറിങ്ങിലേക്കും EVസിലും സെമി കണ്ടക്ടേഴ്സിലും ഫോക്കസ് മാറ്റി ഒരു പുതിയ ചാപ്റ്റർ അയാൾ സ്റ്റാർട്ട് ചെയ്തു. ഒരു കാലത്ത് ഇന്ത്യയുടെ നമ്പർ 1 സ്മാർട്ട് ഫോൺ ബ്രാൻഡ് ഉണ്ടാക്കിയ ആ ഓൺട്രപ്രണർ ഇന്ന് പുതിയ ഇൻഡസ്ട്രീസിൽ തൻ്റെ അടുത്ത $1 ബില്യൺ സക്സസ് തേടുന്നു. അപ്പോൾ കൂട്ടുകാരെ, വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ അടുത്ത വീഡിയോ ഏത് ടോപ്പിക്കിൽ വേണമെന്ന് കമൻറ്റ് ചെയ്യുക. അത് ബിസിനസ് ആയാലും ടെക്നോളജി ആയാലും ഹിസ്റ്ററി ആയാലും ഇൻഫ്രാസ്ട്രക്ചർ ആയാലും ജിയോ പൊളിറ്റിക്സ് ആയാലും നിങ്ങളുടെ സജഷൻസ് ഞാൻ ഉറപ്പായും നോക്കുന്നതാണ്. ജസ്റ്റ് കമൻറ്റ് ചെയ്താൽ മതി. അപ്പോൾ പുതിയ അറിവുകളും ഇൻട്രസ്റ്റിംഗ് സ്റ്റോറീസുമായി നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ ടേക്ക് കെയർ, കീപ് ലേണിംഗ്, സ്റ്റേ ക്യൂരിയസ്. അൺടിൽ ദെൻ, ഇറ്റ്സ് പ്രണവ് രാജേഷ് സൈനിങ് ഓഫ്. ബൈ.